ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാണിത്. ഇനി ഒരു കഥ പറയാം. ഒരു മല്ലന്റെ കഥയാണിത്. മല്ലയുദ്ധത്തിൽ പേരെടുത്ത ആൾ, മക്കാർക്ക് സുപരിചിതൻ. പേര് റൊക്കാന. അദ്ദേഹത്തിന്റെ ജോലി ഗുസ്തിയാണ്. നല്ല ആരോഗ്യന്മാരും മെയ് വഴക്കമുള്ളവരും റൊക്കാനയെ വെല്ലുവിളിക്കും. റൊക്കാന വെല്ലുവിളി സ്വീകരിക്കും. അതോടെ ജനശ്രദ്ധ ആകർഷിക്കും, ആകാംക്ഷ പരക്കും. ജനം ഉത്കണ്ഠയോടെ കാത്തിരിക്കും. ഗുസ്തിയുടെ സമയം വരുമ്പോൾ കണക്കില്ലാതെ ജനം വന്നു ചേരും. പോർവിളി ഉയരുകയായി. കാഴ്ചക്കാർ ശ്വാസമടക്കി പിടിച്ചിരിക്കും. നിമിഷങ്ങൾക്കകം ഗുസ്തി തുടങ്ങും. ജനം നോക്കി നിൽക്കെ റൊക്കാന എതിരാളിയെ എടുത്തെറിയും. പ്രതിയോഗി നിലംപരിശായി റൊക്കാന വിജയം വരിക്കും. ജനം ആർത്തിച്ചിരിക്കുന്നു. ആഹ്ലാദത്തിന്റെ ആരവം. റൊക്കാനയെ തോൽപ്പിക്കാനാവില്ല. ഒരു മല്ലനും റൊക്കാനയോട് വിജയിക്കാനുമാവില്ല. മക്കാർ അങ്ങനെ തന്നെ വിശ്വസിച്ചു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലഞ്ചെരുവിലൂടെ നടന്നു വരികയായിരുന്നു. മനം നിറയെ ചിന്തകൾ, വിനയം നിറഞ്ഞ മുഖം. പതിയെ നടക്കുകയാണ്. പ്രവാചകന്റെ എതിർദിശയിൽ നിന്ന് മറ്റൊരാൾ നടന്നു വരുന്നു. ഗുസ്തിക്കാരൻ റൊക്കാന. ആ നടപ്പ് തന്നെ ഒന്ന് കാണണം. നെഞ്ചു വിരിച്ച് നീണ്ട കൈകൾ വീശി ഒരു പോരാളിയെ പോലെ നടന്നു വരികയാണ്. റുക്കാന നടന്നു വരുന്ന വഴിയിൽ ആരും നിൽക്കില്ല. പെട്ടെന്ന് വഴിമാറിക്കളയും. റുക്കാന അടുത്തെത്തി. മുഖത്ത് ധിക്കാര ഭാവമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മല്ലന്റെ മുഖത്ത് നോക്കി ഒന്ന് മന്ദഹസിച്ചു. മല്ലൻ തികഞ്ഞ ഗൗരവത്തിൽ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിനയത്തോടെ സംസാരിക്കാൻ തുടങ്ങി. റുക്കാന, താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടുക. സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുക. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുക. റുക്കാന ഗൗരവത്തിൽ തന്നെ സംസാരിച്ചു. അല്പനേരത്തെ സംവാദം ഗുസ്തിയിലെത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ ഗുസ്തി പിടിക്കാൻ തയ്യാറുണ്ടോ? പ്രവാചകനോട് റുക്കാന ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശരി, ഗുസ്തിക്ക് ഞാൻ തയ്യാർ. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും നിങ്ങൾ സത്യസാക്ഷ്യം വഹിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുക്കാനയോട് ചോദിച്ചു. ഗുസ്തിയിൽ താങ്കൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം വഹിക്കാം, റുക്കാന പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും റുക്കാനയും തമ്മിൽ ഗുസ്തി. കേട്ടവരെല്ലാം അതിശയം. ശത്രുക്കൾക്ക് തമാശ. ആളുകൾ കൂടി. ഗോതയൊരുങ്ങി. മൽപിടുത്തം തുടങ്ങി. പ്രതിയോഗികൾ ഏറ്റുമുട്ടി. ഇത് വിചാരിച്ചതുപോലെയല്ല. അൽ അമീൻ ചില്ലറക്കാരനല്ലല്ലോ. നല്ല മല്ലൻ തന്നെ. ശക്തനുമാണ്. നിമിഷങ്ങൾ കടന്നുപോയി. അൽ അമീൻ തകർന്നു വീഴുന്നത് കാണാൻ ശത്രുക്കൾ കാത്തിരിക്കുന്നു. ആഹ്ലാദിക്കാനും പൊട്ടിച്ചിരിക്കാനും കാത്തിരുന്നവർ ഞെട്ടിപ്പോയി. റുക്കാന മലർന്നടിച്ച് വീണ് കിടക്കുന്നു. വീണ് കിടന്നെടുത്ത് നിന്ന് എഴുന്നേറ്റ് റുക്കാന പറഞ്ഞു, ഒരു പരാജയം, അത് സാരമില്ല. ഒരിക്കൽ കൂടി ഗുസ്തിക്ക് തയ്യാറുണ്ടോ? ഈ വെല്ലുവിളി സ്വീകരിക്കുമോ? ഒരിക്കൽ കൂടിയാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചു. വീണ്ടും ഗുസ്തി നടക്കുകയാണ്. ശക്തമായ ഏറ്റുമുട്ടൽ. ശത്രുക്കൾ ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. വീണ്ടും ഞെട്ടി. റുക്കാന വീണ്ടും തളർന്നു വീണു. ഈ പരാജയം കാര്യമാക്കണ്ട. ഒരിക്കൽ കൂടി ഗുസ്തിക്ക് തയ്യാറുണ്ടോ? റുക്കാന ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. ഞാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചു. മൂന്നാം തവണയും ഇരുവരും ഏറ്റുമുട്ടി. ഉഗ്രമായ ഗുസ്തി. ആളുകൾ നോക്കി നിൽക്കുകയാണ്. റുക്കാന വീണ്ടും പരാജയപ്പെട്ടു. ഇത്തവണ റുക്കാന നിശബ്ദനായി. റുക്കാന, നിങ്ങൾ സത്യസാക്ഷ്യം വഹിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. റുക്കാനയുടെ ചുണ്ടുകൾ ചലിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാനിതാ സത്യസാക്ഷ്യം വഹിച്ചുകൊള്ളുന്നു. അങ്ങനെ റുക്കാന റളിയല്ലാഹു അൻഹു എന്ന മല്ലയുദ്ധവീരൻ ഇസ്ലാമിന്റെ വിനീതനായ അനുയായിയായി തീർന്നു. മക്കയിലെ ധീരനായ ചെറുപ്പക്കാരനാണ് ഹംസ. അബ്ദുൽ മുത്തലിബിന്റെ മകൻ. അബൂ ത്വാലിബിന്റെയും അബ്ദുള്ളയുടെയും സഹോദരൻ. ഇടയ്ക്കിടെ നായാട്ടിന് പോകും. ധീരനായ യോദ്ധാവും നായാട്ടുകാരനും. ഒരു ദിവസം നായാട്ടിന് പോയി വൈകുന്നേരം മടങ്ങി വരികയാണ്. വഴിയിൽ വെച്ചൊരു പരിചാരകയെ കണ്ടു. അവരുടെ മുഖം ദുഃഖം കൊണ്ട് വാടിയിരുന്നു. എന്തു പറ്റിയെന്ന അർത്ഥത്തിൽ ഹംസ അവരുടെ മുഖത്തേക്ക് നോക്കി. പരിചാരിക ദുഃഖം കലർന്ന സ്വരത്തിൽ പറഞ്ഞു, താങ്കൾ ധീരനായ യോദ്ധാവാണ്. എന്നിട്ട് എന്തു കാര്യം? എന്താ കാര്യം? ഹംസ ചോദിച്ചു. താങ്കളുടെ സഹോദരപുത്രനല്ലേ മുഹമ്മദ്? അബൂജഹൽ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? ഹംസ ഒന്ന് ഞെട്ടി. മക്കയിലെ സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. സഹോദരപുത്രന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയല്ലേ എന്ന് തോന്നിയിട്ടുമുണ്ട്. പക്ഷേ അതിൽ ചേർന്നിട്ടില്ല. അബൂജഹൽ എന്ത് ചെയ്തു? വല്ലാതെ ചീത്ത പറഞ്ഞു, ആക്ഷേപിച്ചു. പിന്നെ തലയിൽ മണ്ണ് വാരിയിട്ടു. താങ്കൾ അത് കാണണമായിരുന്നു. നീ കണ്ടോ? ഞാൻ കണ്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. ഞാൻ അബലയല്ലേ, കണ്ടു സഹിക്കാനല്ലേ കഴിയൂ. ഹംസയുടെ മുഖം കോപം കൊണ്ട് ഇരച്ചു കയറി. തന്റെ സഹോദരപുത്രന്റെ തലയിൽ മണ്ണ് വരിയിടാൻ ഇവൻ എന്തധികാരം? കയ്യിൽ അമ്പും വില്ലുമാണ്. നേരെ കഅബയുടെ അടുത്തേക്ക് കുതിച്ചു. പ്രമുഖന്മാർ പലരും ഇരിക്കുന്നു. അബുൽഹക്കം! ഇടിവെട്ടും പോലൊരു വിളി. നീ എന്റെ സഹോദരപുത്രനെ ആക്രമിച്ചു അല്ലേ? വില്ല് കൊണ്ട് തന്നെ കിട്ടി ഒരടി. അബുൽഹക്കം, നീ എന്തിനെന്റെ സഹോദരപുത്രനെ ആക്രമിച്ചു? ഏകനായ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചതിനാണോ? മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് പ്രഖ്യാപിച്ചതിനോ? എന്ത് തെറ്റിനാണ് നീ മുഹമ്മദിനെ ആക്രമിച്ചത്? അബുൽഹക്കം, എന്നാൽ ഇതാ കേട്ടോളൂ. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും അവന് യാതൊരു പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. ഖുറൈശി പ്രമുഖന്മാർ ഞെട്ടിപ്പോയി. എന്തൊരു പ്രഖ്യാപനം! ഹംസയെ ആക്രമിക്കാൻ ചിലർ ചാടി എണീറ്റു. അബൂജഹൽ അവരെ തടഞ്ഞു. ഞാൻ ഹംസയുടെ സഹോദരനെ ആക്രമിച്ചത് ശരിയാണ്. അതിനുള്ള രോഷം കൊണ്ടാണ് എന്നെ അടിച്ചത്. സാരമില്ല, ഹംസയുടെ കോപമൊന്ന് അടങ്ങട്ടെ. ഹംസയെ ആക്രമിച്ചാൽ അതൊരു വലിയ ആഭ്യന്തര കലഹമായി മാറുമെന്ന് അബൂജഹലിനറിയാം. അങ്ങനെ സംഭവിച്ചാൽ അത് മുഹമ്മദിന് സഹായമാകും. അതൊഴിവാക്കണം.
ഹംസ നേരെ പ്രവാചകന്റെ സമീപത്തെത്തി താൻ ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം അറിയിച്ചു. ദാറുൽ അർഖമിൽ വലിയ സന്തോഷം. ഹംസ റളിയല്ലാഹുവിന്റെ സ്നേഹിതനാണ് ഉമർ റളിയല്ലാഹു. ഉമർ റളിയല്ലാഹു നേരത്തെ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. ജാഹിലിയ കാലത്ത് എഴുത്തും വായനയും ശീലിച്ചവർ വളരെ കുറവായിരുന്നു. അക്കാലത്ത് എഴുതാനും വായിക്കാനും പഠിച്ച ഒരാളായിരുന്നു ഉമർ റളിയല്ലാഹു. അധികായനും ധീരനും. ഇസ്ലാമിന്റെ ശത്രുക്കൾ വട്ടം കൂടിയിരുന്ന് ചർച്ച നടത്തി. ഇസ്ലാം മതം തുടച്ചു നീക്കാൻ ഒറ്റ മാർഗമേയുള്ളൂ, മുഹമ്മദിനെ വധിക്കുക. അനന്തരഫലങ്ങൾ ഇപ്പോൾ നോക്കണ്ട, കാര്യം നടക്കട്ടെ. ആർക്കാണ് അവനെ വധിക്കാൻ കഴിയുക? ആളുകൾ പരസ്പരം നോക്കി. ആരും മുന്നോട്ട് വന്നില്ല. കരുത്തനായ ഉമറിന് സഹിക്കാനായില്ല. ഉമർ ചാടിയണീറ്റ് വിളിച്ചു പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ വധിക്കും. ഊരിയ വാളുമായി ഉടനെ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് സ്നേഹിതനെ കണ്ടുമുട്ടി. നഈം ഇബ്നു അബ്ദുള്ള. ഉമർ, താങ്കൾ എങ്ങോട്ടാണ്? നഈം ചോദിച്ചു. പുതിയ മതവുമായി വന്ന മുഹമ്മദിനെ വധിക്കാൻ പോവുകയാണ്. ധീരമായ മറുപടി. മുഹമ്മദിനെ വധിക്കും മുമ്പ് ഒരു കാര്യം ചെയ്യണം, നഈം പറഞ്ഞു. അതെന്താ? പറയൂ. ഉമർ, ആദ്യം താങ്കളുടെ കുടുംബത്തെ ശരിയാക്കണം. കുടുംബത്തിൽ എന്താണ് കുഴപ്പം? താങ്കളുടെ സഹോദരി ഫാത്തിമയും ഭർത്താവ് സഹീദും മുഹമ്മദിന്റെ മതം സ്വീകരിച്ചിരിക്കുന്നു. എങ്കിൽ ആദ്യം അവരെ കാണാം. ഉമർ ഓടി. ഉമർ ഫാത്തിമയുടെ വീടിനടുത്തെത്തി. അകത്തു നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. ശ്രദ്ധിച്ചു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. കോപത്തോടെ വാതിൽ മുട്ടി. വാതിൽ തുറക്കൂ. ഫാത്തിമക്ക് കാര്യം മനസ്സിലായി. ഖുർആൻ എഴുതിയ ഏട് ഒളിപ്പിച്ചു വെച്ചു. വാതിൽ തുറന്നു. നിങ്ങൾ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നോ? അതും ചോദിച്ചുകൊണ്ട് സയ്യിദിനെ ആക്രമിച്ചു. ഫാത്തിമ ഇടയിൽ ചാടി വീണു. ഫാത്തിമ റളിയല്ലാഹുഅൻഹക്കും അടികിട്ടി. നെറ്റിപൊട്ടി രക്തമൊലിച്ചു. കണ്ണീരും വിയർപ്പും രക്തത്തുള്ളികളും ഒത്തുചേർന്നു. ഫാത്തിമയുടെ മുഖം മാറി. ഉമറിനെ തുറിച്ചു നോക്കി. താൻ കണ്ടു പരിചയിച്ച ഫാത്തിമയല്ലേ ഇത്? ഇതാ ഒരു ധീര വനിത. ഫാത്തിമ സംസാരിച്ചു. ഉമർ, ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി ഒരു ശക്തിക്കും ഞങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ധീരമായ പ്രഖ്യാപനം. ഉമർ ഞെട്ടി. ഇത്ര ശക്തമാണോ ആ വിശ്വാസം? ഉമർ തളരുകയാണ്. ഫാത്തിമ, എന്താണ് നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്നത്? എന്നെ കൂടെ ഒന്ന് കാണിക്കൂ. ഞാനതൊന്ന് വായിക്കട്ടെ. കുളിച്ച് ശുദ്ധിയായി വരൂ. ഉമർ പോയി കുളിച്ച് ശുദ്ധിയായി വന്നു. ഈയുടെ കയ്യിൽ വാങ്ങി ആയത്തുകൾ ഓതാൻ തുടങ്ങി. ത്വഹമ അൻസൽന. മനസ്സിലേക്ക് തൗഹീദിന്റെ പ്രകാശം ശക്തമായി കടന്നു വരുന്നു. ഉമറിന്റെ നയനങ്ങൾ നിറഞ്ഞൊഴുകി. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് എന്തൊരു വശ്യത! വായിക്കുന്തോറും വിശ്വാസം ശക്തമാകുന്നു. ഫാത്തിമ, എവിടെയാണ് പ്രവാചകൻ? എനിക്കൊന്ന് കാട്ടിത്തരൂ. ആ മുഖമൊന്ന് കാണണം. ഉപദേശം കേൾക്കണം. ഉമർ ആകെ മാറിപ്പോയി. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും വിശ്വസിച്ചു കഴിഞ്ഞു. പ്രവാചകൻ ദാറുൽ അർഖമിലാണുള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാം. വികാരഭരിതമായ മനസ്സുമായി ഉമർ നടന്നു. അകലെ അർഖമിന്റെ വീട് കാണാം. അവിടെയാണ് പ്രവാചകൻ, കൂടെ സത്യവിശ്വാസികളും. അങ്ങ് താൻ ധൃതിയായി. നടത്തത്തിന് വേഗം കൂടി. ദാറുൽ അർഖമിൽ ഇരിക്കുന്നവർ ആ കാഴ്ച കണ്ടു. ഉമർ ധൃതിയിൽ നടന്നു വരുന്നു. കയ്യിൽ വാളുണ്ട്. ഹംസ റളിയല്ലാഹു എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു. ഉമർ നല്ല ഉദ്ദേശമായിട്ടാണ് വരുന്നതെങ്കിൽ കൊള്ളാം. കുഴപ്പത്തിനാണ് വരുന്നതെങ്കിൽ ആ വാൾ കൊണ്ട് തന്നെ ഞാൻ അവന്റെ കഥ കഴിക്കും. ഉമർ വാതിൽക്കലെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് ചെന്നു. വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുദ്ദേശത്തിലാണ് ഈ വരവ്? ഇസ്ലാം സ്വീകരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. സത്യവിശ്വാസികൾ ആഹ്ലാദപൂർവ്വം തക്ബീർ മുഴക്കി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതത്തിൽ വന്ന 3-ാം ദിവസമാണ് സംഭവം. അള്ളാഹുവിന്റെ റസൂലേ, നാം സത്യദീനിന്റെ അനുയായികളല്ലേ? ഇസ്ലാം പരസ്യമായി പ്രചരിപ്പിക്കണം. നമുക്ക് കഅബയുടെ അടുത്തേക്ക് പോകാം. ആ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടു. 2 വരിയായി അവർ പുറപ്പെടുന്നു. ഒരു വരിയുടെ മുമ്പിൽ ഹംസ റളിയല്ലാഹു അൻഹു, മറ്റേ വരിയുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു. സത്യവിശ്വാസികൾ നീങ്ങി. തക്ബീർ ധ്വനികൾ മുഴങ്ങി. ഷിർക്കിന്റെ ശക്തികൾ പകച്ചു നോക്കുകയാണ്. അവർക്ക് സ്വന്തം കണ്ണുകൾ വിശ്വസിക്കാൻ പ്രയാസം. മുഹമ്മദിന്റെ തലയെടുക്കാൻ പോയ ആൾ ആ പ്രസ്ഥാനത്തിന്റെ ശക്തനായ വക്താവായി തിരിച്ചു വന്നിരിക്കുന്നു. ഇതെന്തൊരു അതിശയം! ഖുറൈശികൾ പരസ്പരം നോക്കി. ഇതുവരെ സ്വീകരിച്ച മാർഗങ്ങൾ പോരാ. മക്കയുടെ യുവത്വങ്ങളാണ് മുഹമ്മദിന്റെ ഇരുവശത്തും നിലയുറപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ നേരിടും? ഖുറൈശികളുടെ മനസ്സിൽ വെപ്രാളം. അപ്പോഴും തക്ബീർ ധ്വനികൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. തക്ബീർ ധ്വനികൾ കാതുകളിൽ അലയടിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേഗം കൂടി. മർദ്ദനങ്ങൾ കൊണ്ടൊന്നും അത് തടയാനായില്ല. പുതിയൊരു മാർഗത്തെക്കുറിച്ച് അവർ ഗൗരവമായി ചിന്തിച്ചു. മുഹമ്മദിനെ വധിക്കണം. അതുവരെ ബഹിഷ്കരണം. ബനു ഹാഷിം കുടുംബത്തെ ബഹിഷ്കരിക്കുക. ശത്രുപക്ഷത്തെ ഗോത്രങ്ങളെല്ലാം യോജിച്ചു. അവർ ഒരു കരാർ പത്രം എഴുതിയുണ്ടാക്കി കഅബാലയത്തിൽ പ്രദർശിപ്പിച്ചു. ബനു ഹാഷിം കുടുംബക്കാരുമായി സംസാരിക്കുകയില്ല. ഒരു സാധനവും അവർക്ക് കൊടുക്കില്ല. അവരിൽ നിന്നും യാതൊന്നും സ്വീകരിക്കുകയുമില്ല. വിവാഹബന്ധമില്ല. ചടങ്ങുകൾക്ക് ക്ഷണിക്കുകയുമില്ല. ബനു ഹാഷിം ഒറ്റപ്പെട്ടു. പ്രശസ്തയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പോലും. ഷെയ്ബ് അബി ത്വാലിബ് എന്നു പേരുള്ള ഒരു മലഞ്ചെരിവുണ്ട്. പരമ്പരാഗതമായി ഹാഷിം കുടുംബത്തിന്റേതാണ്. തന്റെ പ്രധാന അഭയ കേന്ദ്രങ്ങളായ അബൂ ത്വാലിബും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും മറ്റും കുടുംബാംഗങ്ങളും ഒന്നിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലഞ്ചെരിവിലേക്ക് പോയി. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും എല്ലാം ഉണ്ട്. ദുരിതം നിറഞ്ഞ ജീവിതം. കുറെ നാളുകൾ കടന്നുപോയപ്പോൾ ഭക്ഷണപാനീയങ്ങൾ തീർന്നു. മരത്തിന്റെ ഇലകൾ വരെ ഭക്ഷിച്ചു. ആടിന്റെയും ഒട്ടകത്തിന്റെയും ഉണങ്ങിയ തോൽക്കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് പാകപ്പെടുത്തി കടിച്ചു തിന്നു. കുഞ്ഞുങ്ങൾ വിശന്ന് കരഞ്ഞു. ഉമ്മമാർ ചെറിയ ഉരുളൻ കല്ലുകൾ കരുതി വെച്ചു. കരയുന്ന കുഞ്ഞുങ്ങളുടെ വായിലിട്ട് കൊടുക്കും. കുഞ്ഞുങ്ങൾ വെറുതെ അത് ഉറിഞ്ചി ഉമിനീര് കുടിക്കും. നാട്ടിലെവിടെയും ഇറങ്ങാൻ നിവൃത്തിയില്ല. പരിചയക്കാർ കണ്ടാൽ മിണ്ടില്ല. മുഖം തിരിച്ചു കളയും. ഇങ്ങനെ 3 വർഷങ്ങൾ. സങ്കടം നിറഞ്ഞ കാലം. കയ്യിൽ പണമുണ്ടായിട്ടും കാര്യമില്ല. പണം കൊടുത്താൽ ഒരാളും സാധനങ്ങൾ തരില്ല. എന്തൊരു ജീവിതം! 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചിലർക്ക് മനസ്സലിഞ്ഞു. ബഹിഷ്കരണക്കാർ ദുർബലപ്പെടുമെന്ന് ചിലർ വാദിച്ചു. അവരിൽ ഒരാളാണ് സുഹൈർ.
ഒരു പ്രഭാതത്തിൽ സുഹൈർ കാഴ്ബാലയത്തിൽ വന്നു. അബൂജഹലും മറ്റു നേതാക്കളും ഇരിക്കുന്നു. ഈ കരാർ എഴുതിയപ്പോൾ തന്നെ ഞങ്ങൾ അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. ഞാനിതാ ഈ കരാർ പത്രം കീറിക്കളയാൻ പോകുന്നു. മുത്തഅബ്ബിനു അദിയ വിളിച്ചു പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ കരാർ പത്രം ചിതൽ തിന്നു തീർത്തിരിക്കുന്നു. കീറിക്കളയാനൊന്നുമില്ല. ബഹിഷ്കരണം ദുർബലപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ടു. മലഞ്ചെരുവിൽ നിന്ന് വരുന്ന മനുഷ്യരുടെ രൂപം, എല്ലും തോലും മാത്രം. 3 വർഷത്തെ ജീവിതം അവരെ വല്ലാതെ തളർത്തിയിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആരോഗ്യം തകർന്നുപോയി. അവരും മക്കളും മലഞ്ചെരുവിൽ നിന്നും വീട്ടിലേക്ക് വന്നു. കണ്ടാൽ മിണ്ടാതെ മുഖം തിരിച്ചിരുന്ന പലരും ഇപ്പോൾ സംസാരിക്കുന്നു, ചിരിക്കുന്നു. പലർക്കും സഹതാപം. ധനികയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ സ്വത്തിന്റെ നല്ലൊരു ഭാഗം ഇസ്ലാം മതം സ്വീകരിച്ച അടിമകൾക്കും പാവങ്ങൾക്കും വേണ്ടി ചിലവാക്കി കഴിഞ്ഞിരുന്നു. മലഞ്ചെരുവിൽ നിന്നും വന്ന ശേഷം അവർ രോഗിയായി. ജീവിതത്തിന്റെ സായം സന്ധിയിലാണവർ. കടന്നുപോയ ജീവിതത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കി. കുബേര കുടുംബത്തിൽ പിറന്നു, കൺമണിയായി വളർന്നു. അള്ളാഹുവിന്റെ പ്രവാചകരുടെ പത്നിയാകാൻ കഴിഞ്ഞു. പ്രവാചകരുടെ സന്താനങ്ങളെ പ്രസവിച്ചു. പുത്രന്മാർ ജീവിച്ചിരിപ്പില്ല. പുത്രിമാരെ നല്ല നിലയിൽ വളർത്തി. സൈനബിനെ കെട്ടിച്ചയച്ചു. റുഖയ്യയും കെട്ടിച്ചയച്ചു. ഉമ്മു കുൽസു വിവാഹമോചിതയായി. ഫാത്തിമ എന്ന പൊന്നോമന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണും പോലെ തന്നെയാണ്. പൊന്നുമോളെ കെട്ടിച്ചയക്കണം. എല്ലാം ഇസ്ലാമിന് വേണ്ടി ത്യജിച്ചു. പ്രവാചകരോടൊപ്പം നിന്നു. എല്ലാ സുഖദുഃഖങ്ങളും പങ്കുവെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും പരിഹസിക്കപ്പെട്ടു, ചോദ്യം ചെയ്യപ്പെട്ടു, പലവിധ ഉപദ്രവങ്ങൾ സഹിച്ചു. ഒടുവിൽ ബഹിഷ്കരണവും. പട്ടിണി കിടന്ന് ആരോഗ്യം പോയി. കുബേരപുത്രി രോഗിയായി. വൃദ്ധനായ അബൂ ത്വാലിബ് 3 വർഷത്തെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തെ തീർത്തും അവശനാക്കിയിരുന്നു. അബൂ ത്വാലിബ് കിടപ്പിലായി. എന്തെല്ലാം അനുഭവങ്ങൾ, മറക്കാനാവാത്ത സംഭവങ്ങൾ എല്ലാം ഓർമ്മയിൽ തെളിയുകയാണ്. പിതാവ് അബ്ദുൽ മുത്തലിബ് ജീവിച്ചിരുന്ന കാലം, ഓർമ്മയിലെ സുവർണ നാളുകൾ, പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുള്ള, ആമിനയുമായുള്ള വിവാഹം, ഷാമിലേക്കുള്ള കച്ചവട യാത്ര, യസ്രീബിൽ വെച്ചുള്ള മരണം, ആമിനയുടെ അന്ത്യം, ബാപ്പയുടെ വസിയത്ത്, സഹോദരപുത്രനെ സംരക്ഷിക്കണം. ആ വസിയത്ത് പാലിക്കാൻ ആവും വിധം ശ്രമിച്ചു. ബാപ്പ, അങ്ങയുടെ വസിയത്ത്, അത് പാലിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. മക്കക്കാർ എന്നെ ബഹിഷ്കരിച്ചു ബാപ്പ. 3 വർഷം ഞങ്ങൾ മലഞ്ചെരുവിൽ കഴിഞ്ഞു. ബാപ്പയുടെ ബന്ധുക്കൾ ആഹാരപാനീയങ്ങളില്ലാതെ കഷ്ടപ്പെട്ടു. എന്റെ ശരീരം തകർന്നു പോയി ബാപ്പ. ഞാൻ കിടപ്പിലായി. ഇനി ഏറെ നാൾ ജീവിച്ചിരിക്കില്ല. മരണത്തിന്റെ കാലച്ച കാതോർത്തിരിക്കുകയാണ് ഞാൻ. അവസാനം ആ നിമിഷങ്ങൾ എത്തിപ്പോയി. മരണത്തിന്റെ മാലാഖ വന്നു. അനുവദിക്കപ്പെട്ട ദിവസങ്ങൾ വലിച്ചു തീർത്തു. എല്ലാം നിശ്ചലമായി. കണ്ണുകളടഞ്ഞു. മക്കക്കാർ ആ ദുഃഖവാർത്ത കേട്ടു. അബൂ ത്വാലിബ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അൽ അമീൻ പൊട്ടിക്കരഞ്ഞു. ഖുറൈശികളിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയ ആ കോട്ട തകർന്നിരിക്കുന്നു. തനിക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം സഹിച്ചു. എന്നിട്ടും ഷഹാദത്ത് കലിമ ചൊല്ലിയില്ല. എത്ര കൊതിച്ചതാണെന്ന് ചൊല്ലി കേൾക്കാൻ മരണത്തിന്റെ ആവരണം വീഴും വരെ കാത്തിരുന്നു. പലതവണ പറഞ്ഞു നോക്കി, ഫലിച്ചില്ല. മുഹമ്മദിന്റെ ദീൻ അത്യുത്തമമാണെന്ന് എനിക്കറിയാം. എന്നാലും മക്കക്കാരുടെ ആക്ഷേപത്തെ ഞാൻ ഭയക്കുന്നു. ആ നിലയിൽ മരിച്ചു പോയല്ലോ. അബൂ ത്വാലിബിന് പകരം മറ്റൊരാളില്ല. ആലംബമില്ലാത്ത ദിനങ്ങൾ വരികയായി. ഖുറൈശികൾക്ക് ദുഃഖവും സന്തോഷവും ഒന്നിച്ചായിരുന്നു. തങ്ങളുടെ നേതാവായ അബൂ ത്വാലിബ് ഭരിച്ചു. ദുഃഖമുണ്ട്. അന്ത്യനിമിഷത്തിൽ പോലും ഇസ്ലാം സ്വീകരിച്ചില്ല. അതിൽ സന്തോഷവുമുണ്ട്. ഖുറൈശികളെ അത്യധികം ആഹ്ലാദിപ്പിച്ചത് അതല്ല. അബൂ ത്വാലിബ് ഒരു കോട്ടയായിരുന്നു മുഹമ്മദിന്. ആ കോട്ടയിൽ കയറി ആക്രമിക്കാൻ പ്രയാസമാണ്. ആ കോട്ട തകർന്നു പോയിരിക്കുന്നു. ഇനി ആക്രമണത്തിന് വേഗം കൂട്ടാം. തടസ്സങ്ങളൊന്നുമില്ലല്ലോ. മുഹമ്മദിന് കടുത്ത ദുഃഖവും കാണും. ഖുറൈശികൾ അതിർത്ത് വല്ലാതെ സന്തോഷിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അവശയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്വസ്ഥനായി. തന്റെ രണ്ടാമത്തെ അഭയ കേന്ദ്രമാണിത്. എല്ലാ പ്രയാസങ്ങളും പങ്കുവെക്കാൻ തയ്യാറായ വിലമതിക്കാനാവാത്ത മഹിളാരത്നം. അവരുടെ വാക്കുകൾ തനിക്ക് ആശ്വാസം നൽകി. സമ്പത്ത് തുണയായി. പ്രയാസങ്ങൾ നേരിടാൻ പ്രചോദനമായി. ഇന്നിതാ വീണ് കിടക്കുന്നു. സമ്പാദ്യങ്ങളെല്ലാം ദീനിന്റെ മാർഗത്തിൽ ചിലവാക്കി. ഇപ്പോൾ ദരിദ്രയായി, രോഗിയായി, മലഞ്ചെരുവിൽ പട്ടിണി കിടന്നു. ഭാര്യയുടെ ആരോഗ്യനില പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ചു. അബൂ ത്വാലിബിന്റെ മരണം, ഭാര്യയുടെ രോഗം, ഖുറൈശികൾക്ക് ആഹ്ലാദം. ഒടുവിൽ അതും സംഭവിച്ചു. ഇഷ്ടജനങ്ങളെല്ലാം ദുഃഖത്തിലാഴ്ത്തി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രവാചക പത്നി വഫാത്തായി. ഖുറൈശികൾ മതിമറന്ന് ആഹ്ലാദിച്ചു. മുസ്ലിങ്ങൾ ദുഃഖഭാരത്തോടെ ഖബറടക്കൽ കർമ്മം നിർവഹിച്ചു. മണ്ണിൽ നിന്നും വന്ന് മണ്ണിലേക്ക് തന്നെ മടങ്ങി. സത്യവിശ്വാസികൾക്കെല്ലാം അവർ ഉമ്മയായിരുന്നു. ഉമ്മ പരലോകത്തേക്ക് യാത്രയായി. മക്കൾ ദുഃഖത്തിലമർന്നു. ദുഃഖവർഷം. അബൂ ത്വാലിബും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും മരണപ്പെട്ട വർഷത്തെ ദുഃഖവർഷം എന്ന് വിളിക്കുന്നു. ഖുറൈശികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി നടക്കുന്നു. ഒരു ദ്രോഹി വിളിച്ചു പറഞ്ഞു, അതാ പോകുന്നു മുഹമ്മദ്. കാണേണ്ട താമസം. അവർക്ക് ആവേശം വന്നു. ഓടിച്ചെന്ന് മണ്ണ് വാരി തലയിലിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യം നിറഞ്ഞ ശിരസിൽ മണ്ണ്, ശരീരത്തിലും വസ്ത്രത്തിലുമെല്ലാം മണ്ണ്. സഹിച്ചു. എതിർത്തൊന്നും പറഞ്ഞില്ല, ശപിച്ചില്ല. വേഗം നടന്നുപോയി. വീട്ടിൽ ചെന്ന് കഴുകിക്കളഞ്ഞു. ബാപ്പയുടെ അവസ്ഥ കണ്ട് മക്കൾ കണ്ണു തുടച്ചു. ഇനി അങ്ങനെ പലതും സംഭവിക്കും. അബൂ ത്വാലിബില്ലല്ലോ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ സമീപം നിൽക്കുന്നു. ഒരു കൂട്ടം ഖുറൈശി നേതാക്കൾ വന്നു. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുപ്പായം പിന്നിൽ നിന്നും പിടിച്ചു വലിച്ചു. മറ്റൊരാൾ മുന്നോട്ട് തള്ളി. പിടിവലിയായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ചു പോയി. ദുർബലരായ വിശ്വാസികൾ അകലെ നോക്കി നിൽക്കുകയാണ്. ഇടപെടാൻ പറ്റില്ല. ഖുറൈശി പ്രമുഖരാണ്. അവർ ആശങ്കാകുലരായി. അതാ ഒരാൾ ഓടി വരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കുതിച്ചെത്തി. അക്രമികളെ നേരിട്ടു. ഒരാളെ പിടിച്ചു തള്ളി. മറ്റൊരാളെ തൊഴിച്ചു മാറ്റി. ചിലർ വീണു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ടായിരുന്നു, അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞ കാരണത്താൽ നിങ്ങൾ ഒരാളെ കൊല്ലാൻ നോക്കുകയാണോ? അക്രമികൾ പിരിഞ്ഞുപോയി.
ഖുറൈശികളുടെ മർദ്ദനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരുടെയെങ്കിലും സഹായം ലഭിക്കണം. ത്വായിഫിലെ ബന്ധുക്കളെ കുറിച്ചോർത്തു. സഖീഫ് ഗോത്രക്കാർ, അവരെ ചെന്ന് കാണാം, വല്ല സഹായവും ലഭിച്ചേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദ് റളിയല്ലാഹു അൻഹുവും കൂടി ത്വായിഫിലേക്ക് പുറപ്പെട്ടു. പ്രതീക്ഷയോടെയാണ് ത്വായിഫിലെ നേതാക്കളെയും ദരിദ്രരെയും ഒക്കെ കണ്ടത്. ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. നിന്നെ അല്ലാതെ മറ്റാരെയും കിട്ടിയില്ലേ പ്രവാചകനാക്കാൻ? പരിഹാസപൂർവ്വമുള്ള ചോദ്യം. കൂട്ടച്ചിരി. അവർ ഗുണ്ടകളെ വിളിച്ചു കൂട്ടി. ഇവരെ കല്ലെറിഞ്ഞോടിക്കണം. തെമ്മാടികൾ കൂട്ടത്തോടെ ഓടി വന്നു. കൂക്കി വിളിക്കാനും എറിയാനും തുടങ്ങി. രക്ഷപ്പെടാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദ് റളിയല്ലാഹു അൻഹുവും ഓടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽ കല്ലുകൊണ്ട് മുറിഞ്ഞു. രക്തമൊഴുകി. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിൽ കല്ലേറുകൊണ്ട് രക്തമൊഴുകി. മക്കക്കാരായ മുശ്രിക്കുകളാണ് ഉത്ബയും ഷൈബും. രണ്ടുപേരും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അവരുടെ മുന്തിരിത്തോട്ടത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദും ഓടിക്കയറി. തെമ്മാടികൾ പിന്മാറി. ഇരുവരും അവശരായി ഇരുന്നു പോയി. ഈ രംഗമൊക്കെ അകലെ നിന്ന് നോക്കി നിൽക്കുകയായിരുന്നു തോട്ടമുടമകൾ. അവർക്ക് വിഷമം തോന്നി. അവരുടെ വേലക്കാരനുണ്ടായിരുന്നു. പേര് അദ്ദാസ്. ക്രൈസ്തവനാണ്. തോട്ടമുടമകൾ അദ്ദാസിനോട് പറഞ്ഞു, ഒരു കുലമുന്തിരി മുഹമ്മദിന് കൊണ്ടുപോയി കൊടുക്കുക. മുന്തിരിക്കുലയുമായി അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തെത്തി. ക്ഷീണിതനായ പ്രവാചകൻ മുന്തിരിക്കുല വാങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി ഒരെണ്ണം വായിലിട്ടു. ഈ നാട്ടുകാരും പറയാത്ത വാക്കാണല്ലോ ഇത്? അദ്ദാസ് അത്ഭുതത്തോടെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിച്ചു, നിന്റെ നാടെവിടെ? നീനവേ. ഓഹോ, യൂനിസ് നബിയുടെ നാട്ടുകാരൻ. എന്ത്? യൂനിസ് നബിയെ താങ്കൾക്ക് എങ്ങനെ അറിയാം? യൂനിസ് എന്റെ സഹോദരനാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ. ഞാനും അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അദ്ദാസ് അമ്പരന്ന് പോയി. താനൊരു പ്രവാചകന് മുമ്പിലാണോ നിൽക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തി. അദ്ദാസിന്റെ മനസ്സിൽ സത്യവിശ്വാസത്തിന്റെ പ്രകാശം. ഉടനെ മുട്ടുകുത്തി അവിടുത്തെ ശിരസിലും പാദങ്ങളിലും കരങ്ങളിലും ചുംബിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹുവേ, ഈ ജനത അറിവില്ലാത്തവരാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ. കുറെ നേരത്തെ വിശ്രമത്തിന് ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് മക്കയിലേക്ക് യാത്രയായി. ത്വായിഫിലെ സംഭവങ്ങൾ ഇതിനകം മക്കയിൽ അറിഞ്ഞിരുന്നു. ഖുറൈശികൾ മതിമറന്ന് ആഹ്ലാദിച്ചു. വേണം, അവർ അത് കിട്ടണം. ചിലർ തുള്ളിച്ചാടി. അവനിങ്ങ് വരട്ടെ, മക്ക പട്ടണത്തിലേക്ക് ആയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദും മക്കയുടെ അതിർത്തിയിലെത്തി. ഖുറൈശികൾ തടഞ്ഞു. പോ, നീ ഇങ്ങോട്ട് വരണ്ട. ശക്തമായ ഉപരോധം. ഇത് കേട്ട് അബ്ദുമനാഫിന്റെ സന്തതികളിൽപ്പെട്ട മുത്ഈം ബിനു അദിയ രംഗത്ത് വന്നു. ആയുധങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് വന്നത്. മുഹമ്മദിനെ തടയാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? മുത്ഈം കയർത്തു. ഒരു ഏറ്റുമുട്ടലിന്റെ വാക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഉപരോധം വേണ്ടെന്ന് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചു. തളർന്നുപോയി, അവശനായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട വിശ്വാസികൾക്കത് സഹിക്കാനായില്ല. ദുഃഖം കൊണ്ട് പലരും കരഞ്ഞു. മർദ്ദനം അസഹ്യമാവുകയാണ്. മക്ക ജീവിതം ദുസ്സഹമായിരിക്കുന്നു. ഒരു മാർഗം തുറന്നു കിട്ടാൻ വേണ്ടി അവർ കാത്തിരുന്നു. അങ്ങനെ നുബൂവത്ത് കിട്ടിയിട്ട് 10 വർഷമാകുന്നു. ആ വർഷം ഹജ്ജ് കാലം വന്നു. പുറം നാടുകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ചെന്ന് കാണും. ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തും. യസ്രിബിൽ 2 പ്രധാന ഗോത്രങ്ങളായിരുന്നു ഔസും ഖസ്റജും. ഇവരുടെ പൂർവികന്മാർ യമനിലാണ് താമസിച്ചിരുന്നത്. ചരിത്രപരമായ കാരണങ്ങളാൽ അവർ യമൻ വിട്ടു യസ്രിബിൽ വന്ന് താമസമാക്കി. അവർക്കിടയിൽ വളർന്നു വന്ന ഗോത്രങ്ങളാണ് ഔസും ഖസ്റജും. യസ്രിബിൽ ധാരാളം ജൂതന്മാർ താമസിക്കുന്നുണ്ട്. അവരെല്ലാം വലിയ കച്ചവടക്കാരാണ്, നല്ല പണിക്കാരും. പലിശയ്ക്ക് പണം കൊടുക്കും. യസ്രിബുകാർ കടം വാങ്ങും. മുതലും പലിശയും ചേർത്ത് മടക്കി കൊടുക്കണം. ജൂതന്മാർ പലിശ കൊണ്ട് സമ്പന്നരായി. സ്വർണ്ണാഭരണ കടകളും അവരുടെ വക. സ്വർണ്ണപ്പണ്ടകൾ പണയം വെച്ചാൽ അവർ പൈസ കൊടുക്കും. യസ്രിബുകാർ ബിംബാരാധകരാണ്. അവരുടെ കൈവശം വേദഗ്രന്ഥമില്ല. ചില ആചാരങ്ങൾ പിന്തുടരുന്നു. ജൂതന്മാർ പറയുന്നതൊക്കെ അവർ കേട്ട് മനസ്സിലാക്കും. ഈ ലോകത്തൊരു സൃഷ്ടാവുണ്ട്. അവർ പ്രവാചകന്മാരയക്കുന്നു, വേദങ്ങൾ ഇറക്കുന്നു. പരലോക ജീവിതമുണ്ട്. ഒരു പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട്. ജൂതന്മാർ യസ്രിബുകാരെ തമ്മിൽ തല്ലിക്കും. ഔസിനും ഖസ്റജിനും ഇടയിൽ യുദ്ധം നടന്നാൽ നേട്ടം ജൂതർക്കാണ്. ഔസ് ഖസ്റജ് എന്നിവരെ തെറ്റിദ്ധരിപ്പിച്ചു. അവർ തിരിച്ചും അതൊരു യുദ്ധത്തിന് വഴിവെച്ചു. ഇരുപക്ഷത്തും ധാരാളം പേർ മരിച്ചു. ഈത്തപ്പനത്തോട്ടങ്ങൾ കത്തിനശിച്ചു. വീടുകൾ തകർത്തു. യുദ്ധം അവസാനിക്കുമ്പോഴേക്കും 2 കൂട്ടരും പരമ ദരിദ്രരായി കഴിഞ്ഞിരുന്നു. ഈ കാലത്തിലാണ് ഹജ്ജ് കാലം വന്നത്. ഖസ്റജ് ഗോത്രക്കാരായ 6 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബക്ക എന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. അവർ പരിചയപ്പെട്ടു. പല കാര്യങ്ങളും സംസാരിച്ചു. നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് അള്ളാഹു ആകുന്നു. നാം അവന്റെ തൃപ്തിയിൽ ജീവിക്കണം. അവന്റെ കൽപ്പനകൾ അനുസരിക്കണം. ഈ ലോകത്തെയും പരലോകത്തെയും രക്ഷ ഇസ്ലാമിൽ മാത്രമാകുന്നു. അള്ളാഹു ഏകനാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾ സത്യസാക്ഷ്യം വഹിക്കുക. അങ്ങനെ വിജയം കൈവരിക്കുക. യസ്രിബുകാർ അത്ഭുതത്തോടു കൂടി ആ വാക്കുകൾ ശ്രവിച്ചു. ഒരു പ്രവാചകൻ ആഗതനാവാൻ സമയമായിട്ടുണ്ടെന്ന് ജൂതന്മാർ പറയാറുണ്ടല്ലോ. ആ പ്രവാചകൻ ഇത് തന്നെയാണ്, ഒരു സംശയവുമില്ല. ജൂതന്മാർ ഈ പ്രവാചകനെ കണ്ടെത്തുന്നതിന് മുമ്പ് നാം കണ്ടെത്തി. ഭാഗ്യം. അവർ സത്യസാക്ഷ്യം വഹിച്ചു. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും അവന് യാതൊരു പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. പരിചയപ്പെട്ടു വന്നപ്പോൾ അക്കൂട്ടത്തിൽ 2 പേർ ബനു നജ്ജാർ വംശജരാണ്. ബന്ധുക്കൾ തന്നെ. ഔഫ് ബിനു ഹാരിസ്, അസദ് ബിനു സുറാറ. നിങ്ങൾ യസ്രിബിലെത്തിയാൽ മറ്റുള്ളവർക്ക് ഇസ്ലാം മതം എത്തിച്ചു കൊടുക്കണം. അവർ അതേറ്റു. സലാം പറഞ്ഞു പിരിഞ്ഞു. മക്കയിലെ മലഞ്ചെരിവിൽ നിന്ന് ബഹിഷ്കരണം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷമുണ്ടായ ഒരു പ്രധാന സംഭവം. നജ്റാനിൽ നിന്നും ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ വന്നു.
ഞങ്ങൾ പൂർവ്വവേദങ്ങൾ പഠിച്ചവരാണ്. ഒരു പ്രവാചകന്റെ ആഗമനം പ്രതീക്ഷിച്ചു കഴിയുകയായിരുന്നു ഞങ്ങൾ. അബ്സീനിയയിൽ വെച്ച് ഞങ്ങൾ കുറെ മുസ്ലിമീങ്ങളെ കണ്ടുമുട്ടി. അവരിൽ നിന്നാണ് ഞങ്ങൾ മക്കയിലെ പ്രവാചകനെ കുറിച്ച് അറിഞ്ഞത്. ക്രൈസ്തവ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചു. അതിനുശേഷം അവർ പല സംഗതികളെ കുറിച്ചും സംസാരിച്ചു. അവർ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ ഇത് തന്നെയാണെന്ന് അവർക്ക് ബോധ്യമായി. എല്ലാവരും ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചു. ദീനിന്റെ പ്രകാശവാഹകരായിക്കൊണ്ടാണ് അവർ നെജ്റാനിലേക്ക് മടങ്ങിയത്. അഖബയിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിച്ച 6 പേർ യസ്രീബിൽ ഇസ്ലാമിന്റെ പ്രകാശം പരത്തും. നെജ്റാനിൽ പോയവർ അവിടെ പ്രചരിപ്പിക്കും. ഹജ്ജ് കാലത്ത് മറ്റുള്ള പല ദേശക്കാരുമായും ബന്ധപ്പെട്ടു അവർ അവരുടെ നാടുകളിൽ ഇസ്ലാമിന്റെ സന്ദേശമെത്തിക്കും. ഇനി നമുക്ക് മിഅ്റാജിന്റെ കഥ പറയാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ് ഉമ്മു ഹാനിയ റളിയല്ലാഹു അൻഹ. ഉമ്മു ഹാനിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുകയായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുണർത്തി മസ്ജിദുൽ ഹറമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദീർഘമായ ഒരു യാത്രക്കുള്ള ഒരുക്കമാണ്. യാത്രയ്ക്ക് വേണ്ടി ഒരു മൃഗത്തെ കൊണ്ടുവന്നു. കഴുതയേക്കാൾ വലിപ്പമുണ്ട്. കോവർ കഴുതയേക്കാൾ ചെറുതാണ്. വെളുത്ത നിറം. ഒരു അത്ഭുത ജീവി. പേര് ബുറാഖ്. അതിൽ കയറി യാത്ര തുടങ്ങി. പെട്ടെന്ന് ബൈത്തുൽ മുഖദ്ദസിലെത്തി. പ്രവാചകന്മാർ സാധാരണ മൃഗങ്ങളെ ബന്ധിക്കുന്ന ഒരു കവാടമുണ്ട്. ആ കവാടത്തിൽ ബുറാഖിനെ കെട്ടിയിട്ടു. മസ്ജിദുൽ അഖ്സയിൽ പ്രവേശിച്ചു. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞ് പുറത്തു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം കാത്തു നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ 2 പാനപാത്രങ്ങൾ വെച്ചു. ഒന്നിൽ പാൽ, മറ്റൊന്നിൽ മദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാൽ സ്വീകരിച്ചു. അതിനുശേഷം ആകാശാരോഹണം ആരംഭിച്ചു. 1-ാം ആകാശത്തെത്തി. കാവലിരിക്കുന്ന മലക്കിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവേശനാനുമതി ആവശ്യപ്പെട്ടു. താങ്കളുടെ കൂടെ ആരാണ്? മലക്കിന്റെ ചോദ്യം. മുഹമ്മദ്. ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി നൽകി. അഷ്റഫുൽ ഖൽഖിന് സ്വാഗതം. ഒരാൾ അവിടെ ഇരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തി. മാനവകുലത്തിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമാണിത്. അഭിവാദ്യം ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിവാദ്യം ചെയ്തു. പ്രത്യഭിവാദ്യം എന്ന നിലക്ക് ആദം അലൈഹിസ്സലാം പറഞ്ഞു, ഉന്നതനായ പുത്രന് സ്വാഗതം. റസൂലുള്ളാഹിക്ക് സ്വാഗതം. പിന്നീട് 2-ാം ആകാശത്തെത്തി. അവിടെയും മലക്കുകളുടെ ചോദ്യവും ഉത്തരവും നടന്നു. യഹ്യ നബി അലൈഹിസ്സലാമിനെയും ഈസാ നബി അലൈഹിസ്സലാമിനെയും കണ്ടു. അഭിവാദ്യം ചെയ്തു. 3-ാം ആകാശത്ത് വെച്ച് യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടു. 4-ാം ആകാശത്ത് വെച്ച് ഇദ്രീസ് അലൈഹിസ്സലാമിനെ കണ്ടു. 5-ാം ആകാശത്ത് ഹാറൂൻ അലൈഹിസ്സലാം. 6-ാം ആകാശത്ത് മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു. 7-ാം ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കണ്ടുമുട്ടിയ എല്ലാ പ്രവാചകന്മാരെയും അഭിവാദ്യം ചെയ്തു. അവർ പ്രവാചകനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. പിന്നീട് സിദ്റത്തുൽ മുന്തഹയിലെത്തി. ജിബ്രീൽ അലൈഹിസ്സലാം പിരിഞ്ഞു. ഇനി ഒറ്റക്കുള്ള യാത്രയാണ്. അങ്ങനെ സർവശക്തനായ അള്ളാഹുവുമായി സംഭാഷണം നടന്നു. അഭൗതികവും അമാനുഷികവുമായ കാര്യങ്ങൾ. തിരികെ യാത്ര ആരംഭിച്ചു. 6-ാം ആകാശത്ത് വെച്ച് മൂസാ നബി അലൈഹിസ്സലാമിനെ വീണ്ടും കാണുന്നു. അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ നിന്നും എന്ത് സമ്മാനമാണ് താങ്കൾക്ക് കിട്ടിയത്? ദിവസേന 50 വക്ത നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, താങ്കളുടെ സമുദായത്തിന് 50 വക്ത നിസ്കാരം നിർവഹിക്കാൻ കഴിയില്ല. മടങ്ങിപ്പോവുക. എണ്ണം കുറച്ചു തരാൻ ആവശ്യപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചുപോയി. അങ്ങനെ 5 നേരത്തെ നിസ്കാരം കുറച്ചു കിട്ടി. 45 നേരത്തെ നിസ്കാരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. ഇത് അറിഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇത് വളരെ ബുദ്ധിമുട്ടാണ്, മടങ്ങിപ്പോവുക. 9 തവണ ഇത് ആവർത്തിച്ചു. ഒടുവിൽ 5 നേരത്തെ നിസ്കാരവുമായി വന്നു. വീണ്ടും പോകാൻ മൂസാ നബി അലൈഹിസ്സലാം നിർബന്ധിച്ചതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയില്ല. ഇനിയും മടങ്ങിപ്പോകാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ സന്ദേശമുണ്ടായി. 5 നേരത്തെ നിസ്കാരത്തിന് 50 നേരത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട്. 1 നേരത്തെ നിസ്കാരത്തിന് 10 ഇരട്ടി പ്രതിഫലം. ഈ ആകാശയാത്രയിൽ സ്വർഗവും നരകവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. വിവിധ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നവരെ കണ്ടു. അവർ ചെയ്ത കുറ്റങ്ങൾ എന്താണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു. വാനലോകത്ത് നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് മടങ്ങിയെത്തി. ഒരു സംഘം പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഇമാമായി നിസ്കരിച്ചു. മക്കയിലേക്ക് തന്നെ മടങ്ങി. ഒറ്റ രാത്രി കൊണ്ട് യാത്ര അവസാനിച്ചു. പിറ്റേന്ന് രാവിലെ ഉമ്മു ഹാനിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് വന്നു. ഉമ്മു ഹാനിനോട് രാത്രിയിലെ സംഭവങ്ങൾ വിവരിച്ചു. മറ്റു സ്വഹാബികളോടും പറഞ്ഞു, ഞാൻ ഹറമിലേക്ക് പോകുന്നു. ഈ വിവരം എല്ലാവരോടും പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, താങ്കൾ അവിടേക്ക് പോകരുത്. അവരാരും ഇത് വിശ്വസിക്കില്ല. ഉമ്മു ഹാനിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ചിരിക്കട്ടെ, കളിയാക്കട്ടെ. അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹം ഞാൻ മറച്ചു വെക്കാൻ പാടില്ല. അങ്ങനെ ഹറമിലേക്ക് ചെന്നു. ഈ കഥയുടെ 26-ാം ഭാഗം അടുത്ത വീഡിയോയായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.